മംഗള മേഡത്തിന്റെ അടുത്ത് ഞാൻ എന്തോ പെട്ടുപോയില്ല. ആരൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എടുക്കുവച്ചേ. ഇതാ ചേട്ടാ, 2 മാസത്തെ പലിശയും കൂടി ചേർത്ത് 27,000 രൂപയുണ്ട്. നന്നായി. ദേവച്ചേ, കഷ്ടകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കണം. പിന്നെ കാശിന്റെ ആവശ്യം എന്തെങ്കിലും വരുവാണെങ്കിൽ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ട് ഞാൻ നിനക്ക് തരും. പിന്നെ ആ മുദ്രപത്രം ചെക്കും ഇങ്ങ് തന്നേക്കാവോ? ദേവച്ചേ, ബോണ്ട് പേപ്പർ, ചെക്ക്. ഇനി നിന്റെ പേപ്പർ ഇതാ. ശിവലിംഗം, ഇതാ ഒപ്പിട്ടോ. എടോ ശിവലിംഗം, 6% പലിശ. പലിശ എടുത്തിട്ട് ബാക്കി പണമാണ് ഇപ്പൊ തരാൻ പോകുന്നത്. പിടിച്ചോ. ഈ കൊച്ചിനോട് പറഞ്ഞത് തന്നെയാ നിന്നോടും പറയാനുള്ളത്. മാസാമാസം കൃത്യമായിട്ട് പലിശ കിട്ടിയിരിക്കണം. 3 മാസം ടൈം. കുഴപ്പമില്ല, അതൊക്കെ അവൻ തന്നോളൂ ചേട്ടാ. ഇവൻ പ്രശ്നക്കാരനൊന്നുമല്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഒന്നിരിക്കു വച്ചേ. തോക്കിന്ന് ചാടി വന്ന് വെടിയുണ്ട പോലെ ഇങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? ഹലോ രാജാ, 4 ബദാം പാൽ, അതിലൊരെണ്ണം മധുരം കുറച്ച്. ശരി സാറേ. അങ്ങനെയാണെങ്കിൽ കാർ നിന്റെ ഒരു സ്വപ്നമല്ലേ? ഉറപ്പായിട്ടും. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ കാറ് വന്നതിന് ശേഷം ഒന്നുമില്ലാതിരുന്ന എന്റെ ജീവിതം ഇപ്പോ ഒരു അർത്ഥമുള്ള പോലെ. സാറ് വന്നു, മംഗള മേഡം വന്നു. വെറുതെ അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് കുറെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞപ്പോ എന്റെ മനസ്സിനെന്തോ നല്ല സമാധാന ആശ്വാസമൊക്കെ ഉണ്ട്. ശ്മശാനത്തിലും മനസ്സമാനം കിട്ടും ശിവലിംഗം. നല്ല മനുഷ്യനാവണം നമ്മൾ ആദ്യം. ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ജീവിക്കാൻ അറിയാത്തവൻ മണ്ണായിത്തീരും, പോരാടി ജീവിച്ച് ജയിച്ചവൻ ചരിത്രമാവുമെന്ന്. ആ കാറ്റഗറിയാ നീ. നിന്നെ കണ്ടോണ്ട് എനിക്ക് ആ ഓർമ്മ വന്നു. അല്ലേ ടീച്ചർ? സാർ, നിങ്ങൾ എന്തിനാ എന്നെ ടീച്ചറെ എന്ന് വിളിക്കുന്നത്? മംഗളെന്ന് തന്നെ വിളിച്ചോ. സാരമില്ല, മകളെന്ന് വിളിച്ചേക്കാം. ശരി അച്ഛ. ദയവ് ചെയ്ത് അച്ഛനും മോളും കൂടി ഒന്ന് വേഗം വന്നു കഴിഞ്ഞാലേ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് ദർശനം കിട്ടും. അല്ല, ഈ ക്ഷേത്രത്തിലോട് തന്നെ വരണമെന്ന് എന്താ ഇത്ര വാശി? എന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റ് ആയത് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയാ. എന്റെ മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുള്ളതാ, പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് കരയാൻ പാടില്ലെന്ന്. ഞാനിപ്പോ വരാം. ശിവലിംഗം, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എല്ലാ സങ്കടങ്ങളും ഈ ജലത്തിൽ അലിഞ്ഞു പോകും. എന്താ മോളെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മോന്റെ പേരെന്താ? പേര് ശിവലിംഗം. രോഹിണി നക്ഷത്രം, മേഷരാശി. മേഷരാശിക്ക് രോഹിണി നക്ഷത്രം വരില്ലല്ലോ മോനെ. അതൊക്കെ എനിക്കും അറിയാൻ തിരുമേനി. നക്ഷത്രം എന്റെ അച്ഛന്റെയും രാശി എന്റെ അമ്മയുടേതോ. അവരെപ്പോഴും ഓർക്കാൻ വേണ്ടി ഞാൻ തന്നെ എനിക്ക് അങ്ങനെ ഇട്ടതാ. എന്റെ പേര് ചോദിക്കേ. പറഞ്ഞോളൂ. അസാദുള്ള ബേഗ്. ഓഹോ, നക്ഷത്രം എന്താ? നമ്മുടെ നാടിന് വേണ്ടി ജീവത്യാഗം ചെയ്തില്ലേ, അവരുടെ ആരുടെയെങ്കിലും നക്ഷത്രം എടുത്തോ? തിരുമേനി, ഈ നക്ഷത്രത്തിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. പേരിൽ അർച്ചന മതി. എന്റെ പേര് മംഗള. പൂജ കഴിഞ്ഞപ്പോ മംഗള മേഡം ബസ് കയറി പൊള്ളാച്ചിക്ക് പോയി. അത് വേറൊന്നുകൊണ്ടല്ല, അവരുടെ സ്വന്തം നാടതാ. അസാദുള്ള ബേഗ് സാർ ആയാലും ഞാനായാലും ശരി, ബിസിനസിനെ ബിസിനസ് ആയിട്ട് തന്നെ കാണുള്ളൂ. വേറൊന്നുകൊണ്ടല്ല, സൗഹൃദം വെക്കുന്നതൊക്കെ ഓക്കെ, പക്ഷെ ബിസിനസ് വേറെയാ. ആഫ്റ്റർ 3 days മംഗള മേഡം ഫോൺ വിളിച്ചിട്ട് PF ഓഫീസിലേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എന്താ വരാൻ പറഞ്ഞ? പിടിക്ക്. ഇതില് 27,831 രൂപയുണ്ട്. പിടിച്ചോ. അല്ല, ഇതെവിടെ സംഘടിപ്പിച്ചു? ഞാൻ ടീച്ചർ ആവുന്നതിന് മുമ്പ് വേറൊരിടത്ത് ജോലി ചെയ്തിരുന്നു. അവിടുത്തെ PFന്റെ എമൗണ്ട് ആയത്. ഇത് കിട്ടുമെന്ന് വിചാരിച്ച റൂമിന് അഡ്വാൻസ് കൊടുക്കാൻ നായിഡുന്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശെടുത്ത്. ഇപ്പൊ നിന്റെ കടവും തീർത്തു. അതൊന്നും സാരമില്ല, ബാങ്കിലിട്ടിട്ട് പിന്നെ തന്നാ മതി. അപ്പൊ നീ കാറ് വാങ്ങിച്ച് എന്റെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വരില്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ കാശ് അവിടെ ഒപ്പിക്കും. ചെക്ക് ഡിസ്കൗണ്ട്. ബാബു 2 മസാല ദോശ, പിന്നെ 2 നെയ്റോസ്റ്റ്. 2 വട വേണം, പിന്നെ ഒരു ഗുലാബ് ജാമുൻ. ശരി മോനെ. ഇതിൽ എത്ര രൂപയുണ്ടെന്ന് നോക്ക്. 12,500 രൂപയുണ്ട്. ശരി. പിടിക്ക്. ഇതിൽ 7,500 ഉണ്ട്. ഇപ്പൊ എത്രയായി? ഇപ്പൊ 20,000. ഇത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള 20,000. താങ്ക്സ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഞാനല്ലേ താങ്ക്സ് പറയണ്ടേ. അല്ല, കാറ് വാങ്ങിക്കാൻ ഇനി എത്ര രൂപയാ വേണ്ടത്? ചെയിൻ 6,000 വെച്ചത്, പിന്നെ നായര് തന്നത് 18,800, ഇപ്പൊ നിങ്ങൾ തന്നത് 20,000. അപ്പോ ആകെ മൊത്തം 44,800. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? പിന്നെ ഇനി 15,000 രൂപയും കൂടെ വേണം അല്ലേ? അതെ. ഇതില് 15,000 രൂപയുണ്ട്. ബാക്കിയുള്ള 200 നീ കയ്യിൽ നിന്ന് ഇടണം. അല്ല, ഇത് എവിടെ കിട്ടിയത്? ഞാൻ നാട്ടിൽ പോയപ്പോ എന്റെ ചെറിയച്ചനോട് ചോദിച്ചു മേടിച്ചതാ. നിങ്ങക്ക് എന്താ പ്രാന്ത? പെങ്ങള് പേടിക്കണ്ട, കഴിച്ചോ. എന്തിനിതൊക്കെ ചെയ്യുന്നേ?
എനിക്ക് കാർ ഓടിക്കാനായിട്ട് ഈ കണ്ടവരുടെ അടുത്തൊക്കെ വെറുതെ കൈ നീട്ടാൻ പോകുന്ന എന്തിനാ? അതങ്ങനെ വേറെ ആരുമല്ല, എന്റെ ചെറിയച്ഛനാ. അതാരെങ്കിലും ആയിക്കോട്ടെ, പണം ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടുന്നവരുടെ ബഹളോ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെ, വട തീർന്നു പോയിട്ടാ. എന്നിട്ട് ഇപ്പോഴാണ് പറയാൻ തോന്നിയേ? താനിത് എവിടുന്ന് വരുവാടോ? ആലപ്പുഴക്കാരനാ സാറേ. പ്രാന്തുടിപ്പിക്കാതെ പോയേ. എന്തിനാ അയാളോട് ദേഷ്യപ്പെടുന്നത്? ഒരു ഗുലാബ് ജാമുൻ കൂടെ. എനിക്കൊന്നും വേണ്ട. ഇവിടെ നോക്ക്, നിനക്ക് പണം വേണ്ടെങ്കിൽ അത് തുറന്നു പറയണം. അതിനിത്രയും ദേഷ്യപ്പെടുന്ന എന്തിനാ? ചേട്ടാ വേഗം ചെന്ന് എടുത്തിട്ടോ. അന്ന് നീ എന്താ കാണിച്ചത്? നിനക്ക് എന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയാത്ത സമയത്ത് നീ എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം പണം റെഡിയാക്കി തന്നിട്ട് വലിയ ഹീറോയിസം കാണിച്ചു പോയതല്ലേ? അത് ഞാൻ തിരിച്ചു ചെയ്തപ്പോ എന്താ കുഴപ്പം? ഞാൻ ചെയ്തല്ല എന്താ തെറ്റുള്ളത്? ഞാനിത് നിനക്ക് കടമായിട്ട് തരുന്നതാ. സമാധാനായിട്ട് പിന്നെ തന്നാ മതി. നിനക്ക് മനസ്സിലായോ? ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അതും ഇല്ല ഇതും ഇല്ല. കഴിച്ചെന്റെ പൈസ കൊടുത്തിട്ട് വേഗം എണീറ്റ് പോകാൻ നോക്ക്. എന്തിനാ ഇവിടെ നിർത്തിയത്? ഇവിടെ നല്ല പ്യുവർ പെട്രോൾ കിട്ടും. അതാണെങ്കിൽ വിലയും കുറവാ. വണ്ടിയിലെ ഒരു കുപ്പിയുണ്ട്, അതെടുത്തോണ്ട് പോയിട്ട് ഒരു 1/2 ലിറ്റർ വാങ്ങിച്ചിട്ട് വരാം ഞാൻ. ഈ മനുഷ്യൻ നോക്കി എപ്പോ നോക്കിയാലും പിന്നെ കയറി നിന്ന് നേരെ ഉറക്കമാണ്. ഒന്ന് പിടിച്ച് എഴുന്നേപ്പിച്ചേ. സർ, പുറകിൽ ഏതെങ്കിലും എംറ്റി ബോട്ടിൽ ഉണ്ടോ നോക്ക്. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് എല്ലാം അവസാനിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോരാൻ മനസ്സനുവദിച്ചില്ല. അസാദുള്ള ബേഗ് സാറുടെ മകൻ ഈ കാര്യം അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. അവരുടെ അഡ്രസ്സും എനിക്കൊരു പിടിയുണ്ടായിരുന്നില്ല. മംഗളയോട് സംസാരിച്ച ഒരു ആശ്വാസം കിട്ടുന്ന കരുതി അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നു. ഗ്യാസ് കയറിട്ട് വയ്യ. ആരാത്? സർ, ഒരു മിനിറ്റ്. ആരാ മോനെ നീ? സർ നമസ്കാരം. എന്റെ പേര് ശിവലിംഗം. ആ. ഇവിടെ മോളില് മംഗള എന്നൊരു ടീച്ചർ താമസിച്ചിരുന്നില്ലേ? അവരിവിടുന്ന് ഒഴിഞ്ഞു പോയല്ലോ മോനെ. ഒഴിഞ്ഞു പോയോ? ആ മോനെ, അവര് പോയിട്ടിപ്പോ ഏകദേശം ഒരാഴ്ചയോളമായി. പണത്തിനെന്തോ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് വീട് ഒഴിയുവാണ്. അഡ്വാൻസ് തിരിച്ചു തരാനും പറഞ്ഞു. അപ്പൊ പോയല്ലേ. റെന്റിന് അഡ്വാൻസ് എത്രയായിരുന്നു സാറേ? 15,000 രൂപ അഡ്വാൻസ്, 7,500 രൂപ വാടക. അല്ല, മോൻ വീട് വാടകയ്ക്ക് നോക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. ആ, എന്നാ ശരി. ശരി സാറേ. ആ, ആയിക്കോട്ടെ മോനെ. ആ പറയ് ശിവലിംഗം. ഹലോ, ഇതിപ്പോ എവിടെയുള്ളേ? കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ വന്നതാ. ചേടാ, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുമായിരുന്നല്ലോ. എനിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നേ. അത് പോട്ടെ, എനിക്കെന്തോ ആകെ ഒരു സന്തോഷമില്ല. റൂമിലേക്ക് വന്ന ഒരു ചായ ഉണ്ടാക്കി തരോ? ഞാൻ എവിടെയാന്ന് പറഞ്ഞാ നീ അങ്ങോട്ടേക്ക് വരുമോ? അത് അയ്യോ, ഞാൻ വീട്ടിലെത്താൻ കുറെ സമയം എടുക്കും. സാരമില്ല, വന്നിട്ടുണ്ടാക്കി തന്നാ മതി. ഞാൻ ലേറ്റ് ആവുന്നു പറഞ്ഞില്ലേ നിന്നോട്? ചേടാ, വിട്ടുകളാ, വെറുതെ തന്നെ ദേഷ്യപ്പെടുന്നു. ദേ കണ്ടില്ലേ, ഓരോരുത്തരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ മാറുമല്ലേ. നമുക്ക് മീറ്റ് ചെയ്യാനാണെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ഇത്രയും ദൂരത്തേക്ക് വിളിച്ച്? ഓട്ടോയ്ക്ക് തന്നെ എത്ര രൂപയായെന്നറിയോ? ഞാൻ ദേ നിനക്ക് വേണ്ടി പരിപ്പടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിടിച്ച്. ഓ പാവം, എനിക്ക് വേണ്ടി വെറുതെ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്നുവെച്ചാ അതായത് നമ്മുടെ ശിവേട്ടന്റെ കടയിലെ നല്ല അടിപൊളിയായിട്ട് പരിപ്പടി ഓ ഉണ്ടാക്കില്ലേ. വലിയ കാര്യമായി പോയി. ഇത് ഞാനേ എന്റെ കൈ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. മയക്കില്ലെങ്കിൽ എന്താ, കഥാപ്രസംഗം പറയാനുള്ള കഴിവ് കണ്ടില്ലേ. എനിക്ക് വേണ്ടി അത്രയും ദൂരം പോയിട്ട് ശിവേട്ടന്റെ കടയിൽ നിന്ന് പരിപ്പട വാങ്ങിട്ട് വന്നതെന്തിനാ? അല്ല, ഇതെന്താ സ്റ്റാച്ചു പോലെ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേ. ഞാനെന്താ പറയാനാ? ഞാൻ കഷ്ടപ്പെട്ട് നിനക്ക് വേണ്ടി പരിപ്പട ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. എനിക്ക് കാർ വാങ്ങാൻ വേണ്ടി നിങ്ങൾ തന്നെ റൂം കാലിയാക്കി അഡ്വാൻസ് വാങ്ങിച്ച് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ കെഞ്ചിയോ? നീ വീട്ടിൽ ചെന്നിരുന്നോ? പിന്നെ പോവാതെ ഈ കാര്യങ്ങളൊക്കെ എന്താ ഞാൻ സ്വപ്നത്തെ കണ്ടതാണോ? സോറി. എന്തിനു സോറി പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊരു ടീച്ചറല്ലേ, എന്നിട്ടൊരു വെളിവിലാണ്ടായി പോയല്ലോ. നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുന്ന പിള്ളേരൊക്കെ ഭാവിയിൽ മുട്ട പുഴുങ്ങും, കേട്ടില്ലേ? മുട്ട പുഴുങ്ങുന്ന്. നിങ്ങൾ വലിയ കോടീശ്വരാണല്ലോ, ഇങ്ങനെ ദാനം തരാനായിട്ട്. വലിയൊരു ദാനശീലം. അയ്യടാ, ഞാനതിന് ദാനം തന്നൊന്നുമല്ല, കടമായിട്ട്. ഒന്നാ തന്നാലുണ്ട്. സോറി, ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ദേഷ്യമൊക്കെ കുറഞ്ഞോ? കുറച്ചൊന്നും മിണ്ടാതിരിക്കാൻ പറ്റോ? അല്ല, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞാൻ വേറെ എന്ത് ചെയ്യാനാ? റൂമിൽ നല്ല സമാധാനമായിട്ട് ഒരു ഓംലേറ്റും കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ പിന്നെ അസാദുള്ള സാറിന്റെ അടക്കത്തിനുള്ള കാശ് നീ എന്തിനാ തന്നെ? അതൊക്കെ നിനക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവരോട് പറയില്ലല്ലേ?
അപ്പൊ പിന്നെ ഇതും അങ്ങനെ തന്നെ. വാ നമുക്ക് ഹോട്ടലിൽ പോയി ഇരുന്ന് സംസാരിക്കാം. അല്ല ഇപ്പൊ താമസിക്കുന്നതൊക്കെ എവിടെയാ?